ഹായ്, എൻ്റെ പേര് സൽമ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിൻ്റെ ആൻസിലറി കോഴ്സായ സംസ്കൃത ഭാഷാ പരിചയനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. BA ഹിന്ദി, BA മലയാളമൊക്കെ എടുത്തവരുടെ ആൻസിലറി കോഴ്സാണ് ഈ സംസ്കൃത ഭാഷാ പരിചയം. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇത് നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റും. എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസറായി മലയാളത്തിൽ എഴുതാൻ പറ്റും. ക്വസ്റ്റ്യൻസ് സംസ്കൃതത്തിൽ തന്നെയാണ് ഉണ്ടാവല്. അതിൻ്റെ സൈഡിൽ ചിലപ്പം ഹൂ, വാട്ട് അങ്ങനെയുള്ളത് മാത്രം ഇംഗ്ലീഷിൽ വരും. ബാക്കി മൊത്തം സംസ്കൃതത്തിൽ തന്നെയാണ് വരുന്നത്. അപ്പം നമുക്കത് മലയാളത്തിൽ ആൻസർ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ വരുന്നത്, ഈ ഒരു ബുക്കിൽ 6 ബ്ലോക്സ് ഉണ്ട്. അപ്പം ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത് ഫുള്ളും സ്ലോഗൻസ് ആണ്. ഈ സ്ലോഗൻസിൽ തന്നെ പഠിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. കാരണം ഈ ഹിന്ദി പഠിച്ച ഏതൊരാൾക്കും ഈ സംസ്കൃതം വായിക്കാൻ വേണ്ടി സാധിക്കും. അത് ഒരു വട്ടമല്ല, 2-3 വട്ടം വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. ഇപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ശ്ലോകം തന്നെ നമുക്ക് എടുക്കാം. ഉകാരോ ഭവരോഗ, ആ ഒരു ശ്ലോകനിൽ ഗുരു എന്ന പദത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഗുരു എന്ന പദത്തിലെ ഗു എന്നതിന് സംസാര രോഗം എന്നും രു എന്നതിന് നിരോധനം എന്നുമാണ് അർത്ഥം. അതിനാൽ ലോകത്തെ അജ്ഞാതമാക്കുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കി വിജ്ഞാനം, അറിവ് നൽകുന്നവരെ ഗുരു എന്ന് വിളിക്കുന്നു. അപ്പോൾ അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ചോദിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുരു എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുക. അപ്പം ഗുരു ഇതസ്യ കോർത്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പം ക്വസ്റ്റ്യനിൽ നമുക്ക് ആൻസറായിട്ട് ഇങ്ങനെ തന്നെ എഴുതേണ്ടി വരും. ഗു എന്നതിന് സംസാര രോഗം, രു എന്നതിന് നിരോധനം എന്നുമാണ് അർത്ഥം. അതിനാൽ ലോകത്തിലെ അജ്ഞാതമാക്കുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കി വിജ്ഞാനം നൽകുന്നവരെ ഗുരു എന്ന് വിളിക്കും. അപ്പം അതാണ് അതിൻ്റെ ആൻസർ. അങ്ങനെയാണ് ആ ഒരു ബ്ലോക്കിൽ മൊത്തവും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ചില സമയത്ത് ശ്ലോകം തരും. ശ്ലോകം തന്നിട്ട് അത് വിശദീകരിക്കാൻ വേണ്ടി പറയും. അപ്പോൾ അത് നമ്മൾ വിശദീകരിച്ച് കൊടുത്താൽ മതി. അതാണ് ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്ന ക്വസ്റ്റ്യൻ. ഏകദേശം 20-25 മാർക്കിന് ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിലെ ഈ ഫസ്റ്റ് ബോക്സിൽ തന്നെ ലാസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നന്നായിട്ട് പഠിക്കുക. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് ചോദിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നത് സെക്കൻഡ് ബ്ലോക്കാണ്. സെക്കൻഡ് ബ്ലോക്കിൽ ഫുൾ ടേബിളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ടേബിളിൽ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നത് 5 മാർക്കിനായിരിക്കും. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഓൾസോ വരും, ബട്ട് മെയിൻ വരുന്നത് മൊത്തവും 5 മാർക്കിനായിരിക്കും. കവി ശബ്ദത്തിൻ്റെ ടേബിള്, അല്ലെങ്കിൽ ബാലശബ്ദം, അല്ലെങ്കിൽ ഗുരു ശബ്ദം, ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ വരും. അപ്പം ആ ടേബിൾ ഏകദേശം എല്ലാം പഠിച്ചിരിക്കണം. ആ ബ്ലോക്ക് 2-ലില്ലേ. പിന്നെ മെയിൻ വരുന്നത് കിം ശബ്ദമാണ്. അത് എസ്സേന് ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസിലും നമുക്ക് കാണാൻ സാധിക്കും. കിം ശബ്ദം വരും എസ്സേയിൽ. ആ എസ്സേയിൽ വരുന്ന സമയത്ത് നമ്മൾ 3 ടേബിളും എഴുതിയിരിക്കണം. കിം ശബ്ദത്തിൻ്റെ നപുംസകലിംഗം, സ്ത്രീലിംഗം, പുല്ലിംഗം, ഈ 3 ടേബിൾസും നന്നായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അത് പഠിക്കാതെ പോകരുത്. കാരണം 10 മാർക്കാണ് ആ ഒരു ടേബിളിന് വരുന്നത്. ഇനി നമുക്ക് എങ്ങനെയോ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ടേബിൾ വരച്ച് നമുക്ക് അറിയുന്നത് പോലെയെങ്കിലും എഴുതണം. അതിനൊരു മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ആ ഒരു ബ്ലോക്ക് 2 എന്ന് പറയുന്നത് ടേബിളാണ്. ടേബിൾ ഏകദേശം എല്ലാം പഠിച്ചു വെക്കാൻ പറ്റുവാണെങ്കിൽ നല്ലത്. എല്ലാം ഏകദേശം 5 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ടേബിളാണ് ചോദിച്ചിരിക്കുന്നത്. റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ടേബിൾ പഠിച്ചു വെക്കുക. പിന്നെ വരുന്നതാണ് ബ്ലോക്ക് നമ്പർ 3. ബ്ലോക്ക് നമ്പർ 3-ൽ ഫുള്ളും അധികവും വരുന്നത് പണ്ഡിത ലക്ഷണത്തിനെക്കുറിച്ചും മൂഢലക്ഷണത്തിനെക്കുറിച്ചും എസ്സേ ആണ് അധികവും ചോദിക്കൽ. അപ്പം അത് മലയാളത്തിൽ തന്നെ എഴുതിയാൽ മതി. ഒരു 1-1.5 പേജ് നമുക്ക് അറിയുന്നത് പോലെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മാർക്ക് അതിൽ നിന്നും കിട്ടും. ഇല്ലെങ്കിൽ വിദുരനീതിയെക്കുറിച്ച് എഴുതാൻ വേണ്ടി പറയും. അപ്പം നമ്മൾ പണ്ഡിത ലക്ഷണവും മൂഢലക്ഷണവും എല്ലാം കൂടി വിശദമായി എഴുതേണ്ടി വരും.
പിന്നെ വരുന്നതാണ് ലാസ്റ്റ് 2 ബ്ലോക്ക് അലങ്കാരം. അപ്പോൾ അലങ്കാരം വരുമ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏകദേശം 20-25 മാർക്ക് അലങ്കാരത്തിൽ നിന്ന് തന്നെ ചോദിക്കും. ഈ വിതുരനീതി ബ്ലോക്ക് നമ്പർ 3 and 4 ആണ്. അപ്പം അതിൽ നിന്ന് ഏകദേശം ഒരു 20-25 മാർക്കാണ് അതിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഇനി ഒരു നല്ലൊരു ഭാഗം ഇതിൽ നിന്നും വരും, അലങ്കാരത്തിൽ നിന്ന് വരും. അപ്പം അലങ്കാരത്തിൽ ക്വസ്റ്റ്യൻസ് മെയിൻ വരുന്നത് ആദ്യം ഈ അലങ്കാരത്തിൽ ഇപ്പോൾ ഉപമ ആണെങ്കിൽ ആദ്യം ഉപമ എത്ര എന്ന് പറയുന്ന ആ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് കാണാമല്ലോ. അത് ഡെഫിനിഷനായിട്ടാണ് വരുന്നത്. രണ്ടാമത്തത് ഹൻസീവ കൃഷ്ണ അത് വരുന്ന സെക്കൻഡ് ലൈൻ അത് എക്സാമ്പിളായിരിക്കും അതിൻ്റെ. അപ്പം ഫസ്റ്റത്തെ ഡെഫിനിഷൻ, സെക്കൻഡത്തെ എക്സാമ്പിൾ, അങ്ങനെയാണ് വരുത്ത്. അപ്പം ഒന്നെങ്കിൽ ഉപമയെക്കുറിച്ച് അങ്ങനെ ചോദിക്കും, അല്ലെങ്കിൽ ഉപമേൻ്റെ ഡെഫിനിഷൻ മാത്രം ചോദിക്കും, ഇല്ലെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾ ഏത് അലങ്കാരത്തിൻ്റെ ആയാലും എക്സാമ്പിൾ ചോദിക്കും. ഇനി ഒന്നുമില്ലെങ്കിൽ എക്സാമ്പിൾ തന്നിട്ട് ഇതിനെക്കുറിച്ച് വിശദമാക്കുക എന്നായിരിക്കും ക്വസ്റ്റ്യനിൽ വരുത്ത്. അപ്പം ഇത്രയാണ് സംസ്കൃത ഭാഷയെ കുറിച്ചിട്ടുള്ള എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ഇപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് എക്സാമിന് പഠിക്കേണ്ടതെന്നും.